കൃഷ്ണ. ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പ്രേയേഴ്സിനോട് കൂടി ആരംഭിക്കാം. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനും അതുപോലെ തന്നെ ഭഗവത്ഗീത അധ്യായം 13-ാം അധ്യായത്തിലെ 1 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്കായി പറഞ്ഞു തരുന്നതിന് നരോത്തം കൃഷ്ണദാസ് പ്രഭുവിനെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ അതിനു മുമ്പായിട്ട് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് 2 വാക്ക്. ഹിസ് ഗ്രേസ് നരോത്തം കൃഷ്ണദാസ് പ്രഭു സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മുംബൈയിലേക്ക് പോയി തുടർ പഠനം അവിടെ നടത്തി. അത് തുടർന്ന് സീമെൻസിൽ ജോലി ആരംഭിച്ചു. പിന്നീട് ടാറ്റ ഇലക്ട്രിക് പദ്ധതിയിലും പ്രവർത്തിച്ചു. അദ്ദേഹം പിന്നീട് ബഹ്റിനിൽ ജോലി ചെയ്യാൻ അവസരം ലഭിക്കുകയും അവിടെ വെച്ച് ഇസ്കോണുമായി ബന്ധപ്പെടുകയും ചെയ്തു. 1994 അദ്ദേഹം ഹിസ് ഹോളിനസ് ജയപതാക സ്വാമി മഹാരാജിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു. നിലവിൽ ഇസ്കോൺ കൊച്ചിയുമായി സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും പരിപാടികളിൽ മുടങ്ങാതെ പങ്കെടുത്തും വരുന്നു. ഹരേ കൃഷ്ണ പ്രഭു, സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ മാതേ, ഹരിബോൾ. താങ്ക് യു വെരി മച്ച്. ഹരിബോൾ. നമുക്ക് ആദ്യം ചാൻഡിങ് അല്ലേ? അതെ പ്രഭു, ചാൻഡിങ് ആണ്. അത് 108 തവണ ഒരു ഫുൾ മാല. ഞാൻ ചെയ്യണോ അതോ മാതാജി ചെയ്യണോ? പ്രഭു ചെയ്തു. പ്രഭു സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം നമ്മൾ ഒരു റൗണ്ട് നാമം ജപിക്കാം. അപ്പൊ എല്ലാവരും മാല എടുത്തോളാം. മാല എടുത്ത് കൈ പിടിക്കാം. ഞാൻ 1 സെക്കൻഡ് എന്റെ മാല ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ക്ഷമിക്കണം, ഞാൻ മാല എടുക്കാൻ മറന്നുപോയി. ഹരേ കൃഷ്ണ. എല്ലാവരും ഇതേപോലെ വലത്തെ കയ്യിലും മാല എടുത്ത് കയ്യിൽ വെച്ചോളൂ. അതിന്റെ മെയിൻ ബീഡ് വിട്ടിട്ട് വലിയ ബീഡും അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ചിലതിന് വലിയ ബീഡുണ്ടാവില്ല, എല്ലാ ബീഡും ഒരേപോലെ ആയിരിക്കും. എന്നിരുന്നാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ലാസ്റ്റ് വരെ നമ്മൾ ഓരോ ബീഡും ഓരോ പ്രാവശ്യം ഓരോ ബീഡും നീക്കിക്കൊണ്ടിരിക്കണം. അവസാനം നമ്മൾ മെയിൻ ബീഡിൽ പിടിച്ചിട്ട് നമ്മൾ വീണ്ടും
പ്രണവമന്ത്രം ജപിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ തുടക്കത്തില് നമ്മുടെ പ്രണവമന്ത്രം ചെല്ലാം. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഹരേ കൃഷ്ണ. നമോ വിഷ്ണു, എന്റെ കൂടെ ചൊല്ലിക്കോളൂ. നമോ വിഷ്ണു പാദായ കൃഷ്ണ പ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശകാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ. എല്ലാവരും ഒന്നിച്ച് ഇരിക്കോളൂ. മ്യൂട്ട് എല്ലാവരും ഒന്നിച്ച് എല്ലാവർക്കും കേൾക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സ്വല്പം സ്പീഡിലായിക്കോട്ടെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ രാമ കൃഷ്ണ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ 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 കൃഷ്ണ രാമ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ
हरे राम राम हरे हरे राम 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 हरे 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 कृष्णा कृष्णा कृष्ण हरे कृष्ण हरे हरे राम हरे राम राम हरे 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 कृष्णा राम हरे हरे कृष्णा कृष्णा हरे हरे कृष्ण हरे हरे कृष्ण राम राम हरे 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 राम कृष्णा हरे हरे कृष्ण कृष्णा हरे राम हरे राम हरे राम 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 हरे हरे कृष्ण हरे 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 कृष्णा हरे कृष्ण कृष्णा हरे हरे राम 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 हरे 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 कृष्णा हरे कृष्ण 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 हरे हरे राम हरे राम राम हरे हरे कृष्ण हरे हरे कृष्णा कृष्ण हरे 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 कृष्ण राम हरे 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 राम हरे कृष्ण हरे कृष्ण हरे 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 कृष्ण राम हरे कृष्ण हरे 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 कृष्ण राम हरे कृष्ण हरे राम हरे हरे राम राम हरे हरे कृष्ण कृष्ण हरे कृष्ण हरे 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 राम राम हरे हरे कृष्ण कृष्ण हरे 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 राम राम हरे 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 राम कृष्ण राम हरे 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 राम कृष्ण हरे राम हरे हरे कृष्ण हरे 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 राम 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 हरे 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 कृष्ण कृष्ण हरे कृष्ण कृष्ण हरे 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 राम राम हरे हरे राम हरे कृष्ण कृष्ण हरे कृष्ण हरे 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 राम हरे 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 कृष्णा कृष्ण कृष्ण राम कृष्ण हरे 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 राम हरे हरे कृष्णा हरे कृष्ण कृष्ण हरे 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 राम राम हरे हरे कृष्णा कृष्ण कृष्ण हरे कृष्ण हरे 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 राम हरे राम हरे कृष्ण हरे कृष्ण कृष्ण हरे कृष्ण हरे राम हरे हरे राम राम हरे हरे राम राम कृष्ण कृष्ण हरे 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 कृष्ण राम हरे 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 राम कृष्ण कृष्ण राम कृष्ण हरे 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 राम हरे राम कृष्ण हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे कृष्ण हरे 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 राम हरे राम हरे कृष्ण कृष्ण हरे 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 कृष्ण राम हरे 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 राम कृष्ण राम कृष्ण हरे हरे राम हरे कृष्ण हरे कृष्ण 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 हरे हरे राम हरे हरे राम राम हरे 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 कृष्ण 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 हरे 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 राम हरे राम हरे 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 कृष्ण हरे कृष्ण कृष्ण हरे 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 राम कृष्ण राम हरे 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 राम कृष्ण हरे राम कृष्ण राम हरे 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 कृष्ण राम हरे कृष्ण हरे कृष्ण कृष्ण हरे 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 कृष्ण हरे 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 राम हरे राम हरे 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 कृष्ण 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 हरे कृष्ण हरे हरे राम हरे राम राम हरे 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 कृष्ण कृष्ण हरे कृष्ण हरे 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 राम राम हरे हरे राम हरे राम कृष्ण हरे कृष्ण कृष्ण हरे 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 कृष्ण राम हरे 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 कृष्ण कृष्ण राम कृष्ण हरे 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 कृष्ण राम हरे 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 कृष्ण कृष्ण राम कृष्ण हरे हरे राम 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 हरे राम हरे 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 कृष्ण 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 हरे 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 राम हरे राम हरे कृष्ण हरे 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 कृष्ण हरे कृष्ण हरे 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 कृष्ण राम कृष्ण राम हरे 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 राम हरे 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 कृष्ण हरे कृष्ण राम हरे राम राम कृष्ण हरे 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 कृष्ण 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 हरे हरे राम हरे हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे हरे राम राम हरे हरे राम हरे राम कृष्ण हरे कृष्ण हरे हरे कृष्ण हरे राम कृष्ण हरे हरे राम हरे हरे कृष्ण राम राम हरे 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 राम कृष्ण हरे राम हरे 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 कृष्ण 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 हरे हरे राम 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 हरे 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 कृष्ण कृष्णा हरे कृष्ण कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा कृष्ण हरे कृष्ण हरे कृष्णा हरे कृष्णा कृष्ण हरे कृष्ण राम कृष्ण हरे 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 राम हरे हरे राम कृष्ण हरे राम हरे हरे कृष्णा हरे हरे कृष्ण राम कृष्ण हरे राम 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 हरे हरे कृष्ण राम कृष्ण हरे राम कृष्ण हरे राम हरे
हरे राम राम हरे 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 कृष्णा कृष्णा हरे 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 राम राम हरे 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 कृष्णा कृष्णा हरे 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 राम राम हरे 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 कृष्णा कृष्णा कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्णा कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे हरे राम राम हरे हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे हरे कृष्णा कृष्ण कृष्ण हरे हरे राम हरे 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 राम कृष्णा हरे राम कृष्णा कृष्ण हरे 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 राम हरे कृष्ण हरे 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 कृष्णा कृष्ण हरे हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे राम हरे हरे राम 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 हरे 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 कृष्णा हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे हरे कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे हरे कृष्णा कृष्ण कृष्ण हरे हरे राम 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 हरे हरे कृष्णा कृष्ण हरे हरे राम राम हरे हरे कृष्णा कृष्ण कृष्ण हरे हरे राम राम हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे हरे राम राम हरे हरे कृष्णा कृष्ण कृष्ण हरे हरे राम राम कृष्ण कृष्ण हरे 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 राम हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण कृष्ण हरे 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 राम राम हरे हरे कृष्ण हरे हरे राम हरे 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 कृष्ण 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 हरे हरे राम हरे 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 कृष्ण कृष्ण हरे 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 राम हरे 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 कृष्ण कृष्ण हरे राम हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे हरे कृष्ण 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 हरे 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 राम हरे 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 कृष्ण 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 हरे 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 राम राम हरे हरे कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे हरे कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे हरे
Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Jai Shri Krishna Chaitanya Prabhu Nityananda, Shri Advaita Gadadhara Srivasadi Gaura Bhaktavanta. Hare Krishna, Hare Krishna. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് ഹരേ കൃഷ്ണ. കേൾക്കാം പ്രഭു. ഓക്കെ, അധ്യായം 13 നമ്മൾ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച നമ്മൾ പഠിച്ചത് ഭക്തിയോഗമാണ്. ഇത് ഭൗതിക പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞൻ, ഇതാണ് ഈ അധ്യായത്തിൽ. അപ്പൊ ഭക്തിയോഗത്തിൽ നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭക്തിയോഗത്തിൽ വായിച്ചെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധ്യാത്മിക തത്വങ്ങളുടെ പരമോന്നതനായ സ്ഥാപകനായ ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള പരിശുദ്ധ സ്നേഹം നമ്മൾ ഏറ്റവും ഉത്തമമായ രീതിയിൽ നമ്മൾ കൃഷ്ണന് സമർപ്പിക്കണം. പരിശുദ്ധമായ ഭക്തി അതാണ് ഭക്തിയുടെ സേവനം. ഈ പരമോത്കൃഷ്ടമായ മാർഗം നമ്മൾ പിന്തുടരുന്നാല് നമുക്ക് എന്ത് വൈദിക ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവുന്ന പറയണത്. പക്ഷെ അതിന്റെ അർത്ഥം വൈദിക ഗുണങ്ങൾ കിട്ടിയാൽ മാത്രം പോരാ, അത് തുടർച്ചയായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് ഈ അടുത്ത് വരാൻ പോകുന്നത്, പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞൻ എന്ന് പറയും. അപ്പൊ ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരീരവും ഈ ജീവാത്മാവും തമ്മിലുള്ള ബന്ധം എന്താണെന്നും അത് നമ്മൾ മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഭൗതിക ലോകത്ത് നിന്ന് മുക്തി നേടാനുള്ള ഒരു പന്ഥാവ്, ഒരു വഴി നമുക്ക് കിട്ടുക. അപ്പോ ഭക്തിയോഗത്തിൽ കൂടെ നമ്മൾ ഈ വന്നിരിക്കുന്നത് പ്രകൃതിയും പുരുഷനും ക്ഷേത്രജ്ഞനെ മനസ്സിലാക്കാനാണ്. അങ്ങനെ മുന്നോട്ട് പോയാലേ നമുക്ക് ഭക്തിയിലും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ 2 അധ്യായത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം, അധ്യായം 13, പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞൻ. എല്ലാവരുടെയും ഭഗവത്ഗീത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലാത്തവര് ശ്രദ്ധയോടുകൂടി കേൾക്കുക, വായിക്കുന്ന കേൾക്കുക, പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇത് ഭഗവത്ഗീതയുടെ ഒരു ആദ്യത്തെ ഒരു പടിയാണത്. നമ്മളിത് മുഴുവൻ വായിച്ചു പോവുക, കുറെയൊക്കെ മനസ്സിലാക്കാം. ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. ഈ സെഷനും കൂടി ഈ ഭഗവത്ഗീത കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇതിൽ വരുന്നത് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഓരോ ശ്ലോകവും നമുക്ക് സവിസ്തരം നമുക്ക് പഠിച്ച്, ഓരോ അധ്യായം നമുക്ക് വിസ്തരിച്ച് പഠിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഞാൻ ഓരോ ശ്ലോകങ്ങൾ ഞാൻ എല്ലാം അതിൻ്റെ വിവർത്തനം നമ്മൾ വായിക്കാം. അതിന് വിവർത്തനത്തിൽ കൂടെ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൂടെ പറയാൻ സാധിക്കും. 20 ശ്ലോകങ്ങളാണ് ഇതിലുള്ള പറയാനുള്ളത്, 1 മുതൽ 20 വരെ. ആദ്യം എല്ലാം അർജുന ഉവാച പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതദ്വിദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. ശ്ലോകം 2. ശ്രീ ഭഗവാൻ ഉവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യാഭിധീയതേ ഏതദ്യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിദ. ഈ 2 ശ്ലോകത്തിന്റെ വിവർത്തനം ഇവിടെ പറയുന്നത്, അർജുനൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞാനത്തിന് വിഷയീഭവിക്കുന്നത്, ഇവയെക്കുറിച്ചെല്ലാം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഒരു കാര്യമൊന്നുമല്ല, 3-4 കാര്യമുണ്ട്. ഒന്ന് ഇവിടെ പറയുന്നത് കഴിഞ്ഞാൽ പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞാനത്തിന് വിഷയീഭവിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ 6 കാര്യങ്ങളാണ് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനോട് അർജുനൻ ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരങ്ങളാണ് അടുത്ത ശ്ലോകങ്ങളിൽ കൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതെന്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ഭൗതിക പ്രകൃതിയിൽ നമ്മൾ ഈ പ്രകൃതിയായിട്ട് ഇടപഴകി എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മൾ ഓരോ ഉദാഹരണത്തിൽ കൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പൊ അത് ഫോളോ ചെയ്ത് വേണം നമ്മൾ ജീവിക്കാനായിട്ട്.
അല്ലാണ്ട് തന്നിഷ്ടപ്രകാരം ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്നും തന്നെ നമ്മൾ മനസ്സിലാക്കാതെ അത് അനുസരിക്കാതെ മുന്നോട്ട് പോവുകയല്ല വേണ്ടത്. ഇത് കാരണം എന്താ വെച്ചാൽ ഇത് ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് നമുക്ക് ഉപദേശിച്ചിട്ടുള്ളതാണ്. ഇതിനപ്പുറം വേറെ ഒന്നും ആരൊന്നും പറയാനില്ല. അപ്പൊ ഇത് അതേപടി നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മനസ്സിൽ ഹൃദയസ്ഥമാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം മനസ്സിലായില്ലെങ്കിലും ആവുന്നിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പൊ ഇതില് പറഞ്ഞ പ്രകൃതി, പുരുഷം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞാനവിഷയം, ഇതിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പോ അടുത്ത ശ്ലോകത്തിൽ നമ്മൾ വേറെ ഭഗവാൻ ഇതെങ്ങനെയാണ് തുടങ്ങണതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് വേണ്ടി ഞാൻ ഒരു കാര്യം വായിക്കാം. പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞാനവിഷയം എന്നിവയെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ശരീരമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയുള്ളൂ. ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ശരീരമാണ് എൻ്റെ ക്ഷേത്രം. ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ശരീരം അല്ല, ഞാൻ ഈ ശരീരമല്ല എന്ന് മനസ്സിലാക്കുന്നതാണ് ക്ഷേത്രജ്ഞൻ. മനസ്സിലായോ? അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ഷേത്രജ്ഞനും എന്ന് ഭഗവാൻ ബദ്ധനായ ആത്മാവിന്റെ കർമ്മവിധിയാണ് ശരീരം. ഈ ശരീരം നമുക്ക് കർമ്മം ചെയ്യാനുള്ള ഒരു ഉപാധിയാണ്. കർമ്മം ചെയ്യാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇപ്പൊ ഈ ഏതു ലോകത്തിലായാലും നമുക്ക് കർമ്മം ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റൂല. കർമ്മം ചെയ്യണമെങ്കിൽ അതിനൊരു ഉപാധി വേണം. അതാണ് നമ്മുടെ ശരീരം. നമ്മളെ ശരീരം വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രവൃത്തി. പക്ഷെ ആ പ്രവൃത്തി ഇനി അടുത്ത ശ്ലോകത്തിൽ കൂടെ അതൊക്കെ വരുന്നുണ്ട്. പ്രവൃത്തി ചെയ്യുന്നത് 3 തരത്തിലാണെന്നാ പറയുന്നത്. അത് 3 ഗുണങ്ങളുണ്ട്. ആ 3 ഗുണത്തിന്റെ സ്വാധീനം അനുസരിച്ചാണ് നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത്. മനസ്സിലായോ? എല്ലാവരും ഒരേപോലെയല്ല. എല്ലാവരും ഒരേ ഗുണത്തിലും ആയിരിക്കില്ല. എല്ലാവരും ചിലപ്പോ ഒരു ദിവസം 3 ഗുണം തന്നെ നമ്മളെ ബാധിച്ചെന്ന് വരും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ മുന്നോട്ട് പോകുന്നത്. അപ്പോ ഗുണമനുസരിച്ച്, ഗുണം എന്ന് പറഞ്ഞാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം അനുസരിച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് ജീവിക്കുന്ന ജീവിത രീതി. അതാണ്. അത് സത്വഗുണത്തിലാവാം, രജോ ഗുണത്തിലാവാം, തമോ ഗുണത്തിലാവാം. അതിന്റെ പ്രതിഫലനങ്ങളും അതേപോലെ തന്നെ, അതിന്റെ ഫലവും അതേപോലെ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ 3-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോ ജ്ഞാനം ജ്ഞാനം മതം മമ. ഭഗവാന്റെ അഭിപ്രായമാണ് പറയണത്. നോക്കിക്കോളൂ. ഹേ ഭാരത വംശജ, സർവശരീരങ്ങളിലും കുടികൊള്ളുന്ന ഞാനും ക്ഷേത്രജ്ഞനാണെന്ന് നീ അറിയണം. അപ്പൊ ക്ഷേത്രജ്ഞന്മാര് 2 പേരുണ്ട്. ഒന്ന് ഞാനും, ശ്രീകൃഷ്ണ ഭഗവാനും, ഒന്ന് നമ്മളും. മനസ്സിലായി? അപ്പൊ 2 ക്ഷേത്രജ്ഞനുണ്ട്. ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. ഇതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ അഭിപ്രായമാണ്. ജ്ഞാനം പറയുന്നത് ഇതാണ്. ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, ഞാനും ഭഗവാൻ തമ്മിലുള്ള ബന്ധം എന്താണ്, ഞാൻ ഈ ശരീരം എന്തിനാണ് ഇങ്ങനെ ഈ ശരീരം സൂക്ഷിക്കാനുള്ള കാരണം എന്താണ്, ശരീരം വിട്ടു കഴിഞ്ഞാൽ ഞാൻ എവിടെ പോകും, എനിക്ക് എന്ത് സംഭവിക്കും, ഇതൊക്കെയാണ് ജ്ഞാനത്തിൽ വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. അപ്പോ ഈ ശരീരത്തിനെയും ഈ ക്ഷേത്രത്തിനെയും കുറിച്ച് അറിയുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ശരീരം, അതിന്റെ ജ്ഞാതാവ്, ജീവാത്മാവ്, പരമാത്മാവ്, ഇവയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ 3 വിഷയങ്ങൾ ഇരിക്കേണ്ടത്. അത് ഒന്ന് ഈശ്വരൻ, പരമാത്മാവ്, പിന്നെ നമ്മുടെ നമ്മള്, പിന്നെ ജഡപദാർത്ഥം, പിന്നെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, മെറ്റീരിയല്. ഓരോ ക്ഷേത്രത്തിലും അഥവാ ഓരോ ശരീരത്തിലും 2 തരത്തിലുള്ള ആത്മാക്കളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു. ജീവാത്മാവ്, പരമാത്മാവ്. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളാണ്, പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. അപ്പോൾ ക്ഷേത്രജ്ഞൻ എന്ന വിഷയങ്ങളെ കുറിച്ച് ഭഗവത്ഗീത പറയുന്ന അനുസരിച്ച് സൂക്ഷ്മമായി പഠിക്കുന്നവർക്ക് ജ്ഞാനം നേടാൻ കഴിയും. അപ്പോൾ ഇതിനെപ്പറ്റി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ജ്ഞാനം നേടാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ ശരീരം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ ഉൾക്കൊള്ളുന്ന ശരീരം. ഭഗവാൻ അതിന്റെ ഈശ്വരനാണ് ഋഷികേശൻ എന്ന് പറയുന്നത്. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും നാഥനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ, അഥവാ ഇന്ദ്രിയങ്ങളുടെ നിയന്താതാവ്. രാജ്യത്തെ നമ്മൾ ഈ രാജ്യഭരണം നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളെ രാഷ്ട്രത്തിനെ ഭരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഓരോ മിനിസ്ട്രി അതനുസരിച്ചാണല്ലോ നമ്മൾ പോകുന്നത്. പക്ഷെ ഇതിന്റെ നിയന്ത്രണമെല്ലാം ഒന്നിനെ പ്രധാനമന്ത്രിയിലായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രപതിയിലായിരിക്കാം. അപ്പൊ അതേപോലെ തന്നെ നമ്മളെ ഈ ഭൗതിക ലോകം ഓരോ ഘട്ടത്തിലും ഓരോരുത്തരാണ് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം.
അപ്പൊ എല്ലാത്തിന്റെയും നീന്താതാവ് ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ അത് നമ്മൾ ഓർമ്മ വേണം. അല്ലാണ്ട് തെറ്റായ ഈ ശരീരം എന്റെയാണ്, ഞാനാണ് ഞാൻ ഈ ശരീരത്തിനെ നിയന്ത്രിക്കുന്നു, സംരക്ഷിക്കുന്നു എന്നുള്ള ധാരണ നമ്മൾ മാറ്റണം. കാരണം ഈ ശരീരം ഭൗതിക മൂലങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് ഭഗവാനിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ കൺട്രോളർ, നിയന്ത്രാതാവ് ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അടുത്ത ശ്ലോകം നോക്കാം. 4. തക്ഷേത്രം യക്ഷയാ ദൃക്ഷ യദ്വികാരി യദക്ഷയത് സജയോ യത് പ്രഭാവച്ച തത്സാമാസേന മേ ശൃണു. ഇവിടെ ഇതിന്റെ വിവർത്തനം പറയുന്നത്, ഈ കർമ്മക്ഷേത്രം, അതിന്റെ ഘടന, അതിന് നേരിടുന്ന മാറ്റങ്ങൾ, അതിന്റെ ഉത്ഭവകാലം, കർമ്മക്ഷേത്രങ്ങളിലെ ജ്ഞാതാവിന്റെ സ്വാധീനത, ഇതേക്കുറിച്ചെല്ലാം ഞാൻ സംക്ഷിപ്തമായി പറഞ്ഞു തരാൻ ദയവായി കേൾക്കൂ. അപ്പൊ ഇവിടെ പറയുന്നത് അതിന്റെ ഈ കർമ്മക്ഷേത്രത്തിന്റെ ഘടന ചെയ്യും, ശരീരത്തിന്റെ ഘടന, അതിന് നേടുന്ന മാറ്റം. തീർച്ചയായിട്ടും നമുക്ക് മാറ്റം ഉണ്ടാവും. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അത് പ്രായമാകുന്നതനുസരിച്ച് അതിന്റെ ഓരോ ഘടനയ്ക്കും മാറ്റം വരും, ഇല്ലേ? ആ ശരീരത്തിന് മാറ്റം വന്നുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഈ കർമ്മക്ഷേത്രങ്ങളിലെ ജ്ഞാതാവിന്റെ സ്വാധീനത, ഇത് എങ്ങനെയാണ് ആ ജ്ഞാതാവിന് ഈ ശരീരത്തിൽ സ്വാധീനം ഉണ്ടാവുന്നത്, അതിനെപ്പറ്റി നമ്മൾക്ക് അറിയാൻ സാധിക്കും. സ്വാധീനത, ഇതേക്കുറിച്ചെല്ലാം ഇതിനെക്കുറിച്ചൊക്കെ ഭഗവാൻ നമുക്ക് സംക്ഷിപ്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന പറയണം. പ്രവർത്തന മേഖലകളെയും അതിന്റെ ജ്ഞാതാവിനെയും അവയുടെ തനി സ്വരൂപത്തിൽ ഭഗവാൻ പ്രതിപാദിക്കുന്നു. ഈ ശരീരത്തിന്റെ ഘടന അത് ഏതെല്ലാം പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത്, ആരുടെ പരിധിയിലാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത്, ഇതിനെ എപ്രകാരം മാറ്റങ്ങൾ നേരിടുന്നു, ആ മാറ്റങ്ങളുടെ ഉൽപ്പത്തി എവിടെ നിന്ന്, ഇതിനൊക്കെ കാരണങ്ങൾ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഈ ശരീരത്തിന്റെ 26 മൂലകങ്ങൾ കൂടിയതാണ് നമ്മളെ ശരീരം. അത് അടുത്ത ശ്ലോകങ്ങളിൽ കൂടി നമുക്കത് പഠിക്കാൻ സാധിക്കും. ശ്ലോകം 5. ഋഷി ബിർബഹുദാഗീതം ഛന്ദോപരിവിദൈപ്രദ ബ്രഹ്മസൂത്രപദൈ ഹേതുമദ്ഭിർവിനിശ്ചതൈ. പ്രവർത്തന മേഖലയും അതിന്റെ ജ്ഞാതാവിനെ കുറിച്ചുമുള്ള ജ്ഞാനം വിവിധ വൈദ്യകൃതികളോട് ഈ ഋഷീശ്വരന്മാർ നൽകിയിട്ടുണ്ട്. വിശേഷ വേദാന്ത സൂത്രത്തിൽ കാര്യകാരണ സഹിതം സമർത്ഥിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാല്, ഞാൻ കഴിഞ്ഞ ഇതില് നമ്മൾ മാറ്റത്തിന്റെ കാര്യം പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് മാറ്റം, നമ്മൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി മരിക്കുന്നു. 6 വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. 6 തലത്തിലുള്ള അവസ്ഥകളാണ്. ആദ്യം ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ വളർച്ച പ്രാപിക്കുന്നു. വളർച്ച കിട്ടിക്കഴിഞ്ഞാൽ അത് കുറെ കാലത്തേക്ക് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നു, അല്ലെ? ആ സ്ഥിരം നിൽക്കുന്നു. അതിനുശേഷം നമുക്ക് മക്കളുണ്ടാവുന്നു, കുട്ടികളുണ്ടാവുന്നു, അതൊക്കെ ഉണ്ടാവുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലം കൂടി കഴിയുമ്പോഴേക്കും നമ്മൾ ഓരോ നമ്മൾ ഇന്ദ്രിയങ്ങളും ക്ഷയിക്കാൻ തുടങ്ങും, അല്ലെ? ഓരോ ഇന്ദ്രിയങ്ങളും നമുക്ക് ക്ഷയിച്ചു പോകുന്ന നമുക്ക് അനുഭവത്തിൽ അറിയാൻ സാധിക്കുന്നു. കുറെ കഴിയുമ്പോൾ കണ്ണ് കാണാൻ പറ്റാണ്ടാവും, പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോവും, അല്ലെ? കേൾക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങും. അങ്ങനെ എല്ലാ കാര്യങ്ങളും പഴയ പോലെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് പെട്ടെന്ന് നടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. മനസ്സിലുണ്ടെങ്കിലും ശരീരം നമ്മളെ സമ്മതിക്കില്ല നടക്കാനായിട്ട്, അല്ലെ? കാല് വയ്ക്കുമ്പോൾ കാല് മുന്നോട്ട് പോവില്ല. അങ്ങനെ പലതരത്തിലും നമുക്ക് ഓരോ തരത്തിലും നമ്മളുടെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ 6 വിധത്തിലുള്ള ഈ മാറ്റങ്ങൾ നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റുമോ? ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഇത് സ്ഥായിയായിട്ടുള്ള കാര്യം. ഇതിനെ നമുക്ക് ഒരിക്കലും മാറ്റം വരുത്താൻ സാധിക്കില്ല. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. കാരണം വെച്ചാൽ ഈ അവസ്ഥയ്ക്ക് എല്ലാവർക്കും ഇത് ബാധകമാണ്, അല്ലാണ്ട് ഒരാൾക്ക് മാത്രം ബാധകം അങ്ങനെയല്ല. ഭക്തന് ഇങ്ങനെ മാറ്റങ്ങളില്ല, അല്ലെങ്കിൽ ഭക്തനല്ലാത്തവന് മാറ്റമുണ്ട്. അങ്ങനെ എല്ലാവർക്കും, ഈ ഭക്തനായില്ലെങ്കിലും ഇവിടെ എന്ന് ജനിച്ചോ അന്ന് മുതൽ നമ്മളുടെ മാറ്റങ്ങൾ, നമ്മളുടെ ഈ അവസ്ഥ നമുക്ക് അത് ഉറപ്പിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോ ഈ കുറെ കാലം ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ അടുത്ത ലാസ്റ്റ് എന്താണ്? അവസാനം മരണമാണ്. ഈ 6 കാര്യങ്ങൾ, 6 അവസ്ഥകളും നമുക്ക് ഈ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവർ ഈ 6 അവസ്ഥയും നമുക്ക് എല്ലാവർക്കും ബാധകമാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് ഈ ഋഷീശ്വരന്മാർ വിശേഷിച്ച് വേദാന്ത സൂത്രത്തെ കാര്യകാരണ സഹിതം സമർത്ഥിക്കപ്പെട്ടു. എന്താണ്
പ്രവർത്തന മേഖലയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന്റെ പ്രവൃത്തിയും അതിന്റെ ജ്ഞാതാവിനെ കുറിച്ചുള്ള ജ്ഞാനം, അത് അറിയാനുള്ള ആരെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത് അതിനെപ്പറ്റിയും ഭഗവാൻ ഇവിടെ പറയുകയാണ്. ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വേദാന്ത സൂത്രത്തിൽ കാര്യകാരണം സഹിതം സമർത്ഥിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. അപ്പൊ ഇതൊക്കെ എന്തായാലും നമ്മള് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശാസ്ത്രത്തെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. മനസ്സിലായി? ഗുരു ശാസ്ത്രം സന്യാസി ശരിക്കും മൂന്ന് രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവരുണ്ടായിരിക്കും. അപ്പൊ ശാസ്ത്രത്തിന് എന്താണോ നമുക്ക് പറഞ്ഞു തന്നിരിക്കുക അതനുസരിച്ച് വേണം നമുക്ക് ജീവിക്കാൻ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം നമുക്ക് സ്വയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മളുടെ ഒരു ജീവിതം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. അതാണ് പറയുന്നത്. എല്ലാവരും ശാസ്ത്രത്തിനെ പിടിച്ചുകൊണ്ട് ബേസ് ചെയ്തുകൊണ്ട് ജീവിക്കണേ. ഒരു തരത്തിലും ഒരു ദാരിദ്ര്യമോ ഒരു കഷ്ടപ്പാടോ ഒരു ദുരിതമോ ഒന്നും തന്നെ ഒരു എന്താ പറയാ ഒരു തരത്തിലുള്ള മോശമായിട്ടുള്ള ഒരു രീതിയിൽ നമുക്കൊന്നും തന്നെ സംഭവിക്കില്ല എന്ന് പറയുന്നത്. പക്ഷെ അത് ഈ കലിയുഗ ആയതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മറന്ന് നമ്മളുടെ ഇഷ്ടാനുസരണം ഓരോ പ്രവൃത്തികളും ചെയ്തു വരുന്നതുകൊണ്ട് അതിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം. ഞാൻ എന്തു ചെയ്തോ പറയുന്നത് ശാസ്ത്രം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്താണോ കഴിച്ചത് അതാണ് നീ എന്നാ പറയുന്നത്. നീ എന്ത് ഭക്ഷണം കഴിക്കുന്നു അതായിരിക്കും നീ എന്ന്. നീ പട്ടിയെ പിടിച്ചു തിന്നു കഴിഞ്ഞാൽ പട്ടിയെ പോലെ ഭൗ 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 എന്ന് കുറച്ചുകൊണ്ട് നടക്കേണ്ടതായിട്ട് വരും. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോ അതാണ് ശാസ്ത്രം പറഞ്ഞത്. ഈ ശാസ്ത്രത്തിന്റെ വിധികൾക്ക് അപ്പുറം നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു എന്താ പറയാ അതൊരു ദുരിതമായിട്ട് തീരുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് പറയാം. എങ്കിലും സാധാരണ വഴക്കം അനുസരിച്ച് പണ്ഡിതന്മാരും മറ്റു പ്രാമാണികരെ എല്ലായ്പ്പോഴും അധികാരിത്വമുള്ളവരെ പിന്തുടരാറുണ്ട്. ഈ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ കൊണ്ട് പണ്ഡിതന്മാരും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ശാസ്ത്രം മാത്രം നോക്കിയാൽ മതി. പണ്ഡിതന്മാരും ഞാൻ നേരത്തെ പറഞ്ഞു ഗുരു ശാസ്ത്രം എന്ന് പറഞ്ഞില്ല. അപ്പൊ ഈ പണ്ഡിതന്മാർ എന്താണോ പറഞ്ഞത് അതും നമ്മൾ ഫോളോ ചെയ്യണം. അതും ഈ ശാസ്ത്രത്തിൽ പറഞ്ഞുമായിട്ട് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. എല്ലാം ഒരു വള്ളിപുള്ളി വ്യത്യാസം ഇല്ലാതാണ് പണ്ഡിതന്മാരും പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഇത് കിട്ടുന്നത് ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടിയാണ് ഈ ജ്ഞാനം അവർക്ക് കിട്ടുന്നത്. അപ്പോ അതിന് ഇപ്പില്ലേ എത്രയോ വർഷങ്ങളായി. ഈ ഭഗവത്ഗീത ഈ പുരാണങ്ങൾക്ക് 5000 വർഷം മുമ്പുള്ളതാണ്. അതിൽ എന്തെങ്കിലും ഒരു വള്ളിപുള്ളി നമുക്ക് മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. അതേസമയം സയൻസ് എന്നും പറഞ്ഞു പഠിക്കുന്നതൊക്കെ എത്ര നമ്മൾ കുട്ടിക്കാലത്ത് ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിച്ച സയൻസ് ഒന്നും അല്ല ഇപ്പോ. അതൊക്കെ മാറി. ആ നിയമങ്ങളൊക്കെ മാറി ഇപ്പൊ പുതിയ നിയമങ്ങളാണ് വരുന്നത്. നമ്മളുടെ ശാസ്ത്രത്തിന് ഇതൊന്നും ഒരു വ്യത്യാസമില്ല. ഒരു വള്ളിപുള്ളി മാറൂല എന്നുള്ളത്. ഇന്നല്ല ഇനി എന്നും ഇതിങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് കാര്യകാരണ സഹിതം ഔചിത്യത്തോടെ വിജയിക്കപ്പെട്ടവയാണ് ബ്രഹ്മസൂത്ര വാക്യങ്ങൾ. ഇച്ഛാദ്വേഷസുഖം ദുഃഖം സംഘാതച്ഛേദനാധൃതി ഏതക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം വിവർത്തനം ശീല പ്രഭാതിക. 5 മഹാഭൂതങ്ങൾ ശരീരത്തിന്റെ ഘടനയാണ് ഈ പറയുന്നത്. 5 മഹാഭൂതങ്ങൾ വിദ്യാഹങ്കാരം, ബുദ്ധി, അവ്യക്തത, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, 5 ഇന്ദ്രിയ വിഷയങ്ങൾ, രാഗദ്വേഷങ്ങൾ, സുഖദുഃഖങ്ങൾ, സമദൃഷ്ടി, ജീവലക്ഷണങ്ങൾ, ദൃഢവിശ്വാസം എന്നിവയും ചുരുക്കത്തിൽ ക്ഷേത്രമായും അതിന്റെ പ്രതിപ്രവർത്തനങ്ങളായും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ പറയുന്നത് 5 മഹാഭൂതങ്ങൾ. 5 മഹാഭൂതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇത. പിന്നെ വിദ്യാഹങ്കാരം, പിന്നെ ബുദ്ധി, അവ്യക്തത, 10 ഇന്ദ്രിയങ്ങൾ. 10 ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മുഴുവൻ ഇങ്ങനെ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം എടുക്കും. അപ്പൊ അങ്ങനെ 26 മൂലകങ്ങൾ. ലാസ്റ്റാണ് 26ാമത്തെയാണ് മനസ്സ്. ഇതെല്ലാം കൂടിയതാണ് നമ്മുടെ ഈ ശരീരം. മനസ്സിലായോ? ഈ ശരീരം നമുക്ക് തന്നിരിക്കുന്ന ലെവൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പ്രവർത്തന മണ്ഡലമാണ് ഇത്. അപ്പൊ ഇതിന്റെ ഓരോന്നിനും ഓരോ ഉപയോഗങ്ങള് നമുക്ക് ഇതിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. പിന്നെ 8 അമാനിത്വമതം വിദ്വാ ഹിംസ ശാന്തി രാഘവം
ആചാര്യോപാസനം ശൗചം ശൈര്യമാത്മ വിനിഗ്രഹം ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാരമേവ ച ജന്മ മൃത്യുജരാ വ്യാധി ദുഃഖദോഷാനുദർശനം അസക്തിരമന ശൃംഗ പുത്രദ്വാരാഗ്രഹാദിഷു നിത്യം ച സമചിത്തത്വ ഉത്തിഷ്ഠപത്തിഷു മയി ചാന്യാന യോഗേന ഭക്തിരദ്യ വിചാരിണി വിവിക്തദേശ സേവിത്വം അരദേശഞ്ജനം സതി 12 ആധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥ ദർശനം ഏതജ്ഞാനം ഇതി പ്രോക്തം അജ്ഞാനം യതദോന്യത. അപ്പൊ 8, 9, 10, 11, 12 ഒന്നിച്ചാണ്. അതിന്റെ വിവർത്തനം പറയാൻ നോക്കിക്കോളൂ. വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളത് കൃത്യം ശ്രദ്ധയോട് കേൾക്കേണ്ടതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ജ്ഞാനം എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൽ പറയാത്ത കാര്യങ്ങളൊക്കെ അജ്ഞാനമായിട്ട് നമ്മൾ കണക്കാക്കണം. വിനയം നമുക്ക് ഏറ്റവും കുറവുള്ളതെന്ന് വെച്ചാൽ നമുക്ക് വിനയമാണ്. നമുക്ക് വിനയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഹങ്കരിച്ച് നടക്കണം. അപ്പൊ വിനയം ഉണ്ടാവൂല. മനസ്സിലായോ? വിനയമാണ് ആദ്യം വേണ്ടത്. ഭക്തിയുത ഭഗവത് സേവനത്തിൽ വരുമ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്ന വിനയമാണ്. ഈ വിനയം ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? വിനയം, ഗർവില്ലായ്മ, അഹിംസ. അഹിംസ എന്ന് ചെയ്യാൻ മറ്റൊരാളെ കൊല്ലുക, അത് മാത്രമല്ല, വാക്കാലോ മനസ്സാ വാച കർമ്മള ചെയ്താലും അഹിംസയാണ്. അത് മനസ്സിലാക്കുക. ഗർവില്ലായ്മ, അഹിംസ, ക്ഷമ. നമുക്ക് ക്ഷമയുണ്ടോ? ഇല്ല. എന്ത് കേട്ടാലും പെട്ടെന്ന് റിയാക്ട് ചെയ്യും, പ്രതികരിക്കും. ഒറ്റ അടിക്ക് പ്രതികരിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് വരുന്നു? അതിനെ പ്രതികരിച്ചാൽ അതിന് ഒരേ ഒരു ആൻസറേ ഉള്ളൂ, അല്ലെ? എന്ത് കേട്ടാലും അതിനെ പ്രതികരിക്കാൻ ചെയ്യും. അതിനൊരു ആൻസറോട് തീർന്നു. അതേസമയം അത് റിയാക്ട് ചെയ്യല്ല വേണ്ട, അത് റെസ്പോണ്ട് ചെയ്യണമെങ്കിലോ നമുക്ക് പല രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. കാരണം ഒന്ന് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞതിനോട് യോജിച്ച് അതിനെ കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ എതിർ പാർട്ടി പറഞ്ഞ് അതിനെ യോജിച്ച് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇതിനൊന്നുമില്ലെങ്കിലും ഇൻ ദ മിഡിലായിട്ട് നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. അതേസമയം റിയാക്ട് ചെയ്യണമെങ്കിലോ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, കഴിഞ്ഞു, പ്രശ്നം തീർന്നു. അത് ബുദ്ധിമുട്ടാണ്. പിന്നെ ലാളിത്യം, പിന്നെ ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവിനെ സമീപിക്കുക. തീർച്ചയായിട്ടും നമ്മൾ ഭക്തിയുത സേവനത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഗുരുവിനെ സമീപിച്ചിരിക്കണം. ഗുരുവാണ് നമുക്ക് വഴി കാണിച്ചു തരുന്നത്. ഗുരുവിൽ കൂടെ വേണം. ഗുരുവിൽ നിന്ന് ശിക്ഷ സ്വീകരിച്ചാലേ നമുക്ക് ആത്മീയമായിട്ട് പുരോഗതിക്കാൻ സാധിക്കും. ശുചിത്വം എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ടും ബാഹ്യമായിട്ട് കുളിച്ചാൽ ശുദ്ധാവും. ആന്തരികമായിട്ടോ ശുചിത്വം കിട്ടണമെങ്കിൽ നമ്മൾ നാമം ജപിക്കണം. നാമം ജപിച്ചാൽ മാത്രമേ ശുചിത്വം കിട്ടുള്ളൂ. പിന്നെ സ്ഥൈര്യം ചെയ്യാൻ ദൃഢനിശ്ചയം, എന്ത് ചെയ്യണം എന്നുള്ള ആ ദൃഢനിശ്ചയം നമുക്ക് വേണം. ആത്മസംയമനം, സെൽഫ് കൺട്രോൾ. പിന്നെ ഇന്ദ്രിയ വിഷയങ്ങളെ അനാസക്തി. ഇന്ദ്രിയ വിഷയങ്ങളെ നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അത് കണ്ടു, ഇത് കണ്ടു, ഇത് എല്ലാത്തിലും നമുക്ക് അതെനിക്ക് വേണമായിരുന്നു, അത് എനിക്ക് കിട്ടണ, എല്ലാം ആസക്തിയാണ്. അത് മനസ്സിലായ? ഇന്ദ്രിയ വിഷയങ്ങളിൽ അനാസക്തി, ഇതെന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കണം. പിന്നെ മിഥ്യാഹങ്കാരം, മിഥ്യാഹങ്കാരം വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് വലുതെന്നുള്ള ആ ധാരണ, അത് മാറ്റണം. മിഥ്യാഹങ്കാരം ഇല്ലായ്മ, ജനന മരണങ്ങൾ, വാർദ്ധക്യം, രോഗം എന്നീ പരിണാമങ്ങളുടെ ദുഃഖാത്മതയെ കുറിച്ചുള്ള ബോധം. കാരണം ജനിച്ചാൽ മരിക്കണം, അത് എല്ലാവർക്കും ഉള്ളതാണ്. ജനനം, മരണം, പിന്നെ വാർദ്ധക്യം, രോഗം, ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിലൊന്നും നമ്മൾ കണ്ടമാനാണ്ട് ഉൾപ്പൂകാതെ കണ്ട്. ഇതൊക്കെ മഴക്കാലായ മഴ വരും, വേനൽക്കാലായ ചൂട് വരും. ഇതിനൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. അതൊക്കെ ഇത് നാച്ചുറലാണ്, വന്ന് പോയിക്കൊണ്ടിരിക്കും. എന്നുപോലെ ഇത് കണക്കാക്കണം. പിന്നെ വൈരാഗ്യം, ആരോടും വൈരാഗ്യം വേണം. മക്കൾ, ഭാര്യ, ഗ്രഹം മുതലായി നിന്നുള്ള മുക്തി. കഴിഞ്ഞാൽ മക്കൾ, ഭാര്യ, വീട്, ഇതിനൊക്കെ ഒഴിവാക്കണം എന്നല്ല പറയണത്. ഇതിപ്പോ നമുക്ക് ഈ ജീവിതകാലത്ത് ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ഇതൊക്കെ അത്യാവശ്യമാണ്. ഇവരൊക്കെ എൻ്റെ കൂടെ, ഞാൻ അവരുടെ കൂടെയാണ്. ഇതെനിക്ക് നമുക്ക് ആവശ്യം. ഇങ്ങനെ ഒരു കൂട്ടായ്മ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മനസ്സിലായോ? ഇതിനെ വേണ്ടാന്നല്ല, വേണ്ട രീതിയിൽ എല്ലാം അതിനെ കൈകാര്യം ചെയ്യണം. പക്ഷെ ഈ ശരീരം വിട്ടു കഴിഞ്ഞാലോ, ഈ ശരീരം ഞാൻ വിട്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഭാര്യയോ മക്കളോ അമ്മയോ അച്ഛനോ കൂടെ ഉണ്ടാവില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു കാലയളവിൽ മാത്രമാണ് ഇവര് നമ്മളുടെ കൂടെ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കാം. മക്കൾ, ഭാര്യ മുതലായവനുള്ള മുക്തി. സുഖദുഃഖങ്ങളിൽ അക്ഷോഭ്യത. സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. അത് ആഗമാപായനവും നിത്യ, ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട്. അത് വരും പോവും, അത് സാധാരണയാണ്. എന്നിൽ സ്ഥിരതവും നിഷ്കളങ്കവുമായ ഭക്തി. എന്നിൽ സ്ഥിരതവും എന്നെ സ്ഥിരമായിട്ട് നിഷ്കളങ്കം കഴിഞ്ഞാൽ ഒരു കണ്ടീഷനും ഇല്ലാതെ എന്നെ ഭജിക്കാനാണ് പറയുന്നത് ഭഗവാൻ. എന്നിൽ സ്ഥിരവും നിഷ്കളങ്കവുമായ ഭക്തി, ഏകാന്തമായ സ്ഥലത്ത് ജീവിക്കാനുള്ള ആഗ്രഹം. കാരണം കൂടുതൽ
നമുക്ക് ഭക്തിയുത സേവനം ചെയ്യാൻ സാധിക്കും. ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കൽ, ആൾക്കൂട്ടത്തിൽ നമ്മളെ പല പ്രശ്നങ്ങൾ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് വരുന്നു, നമുക്ക് ആത്മീയമായിട്ട് പുരോഗതി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രാധാന്യം അറിയാൽ. എന്താണ് ആത്മസാക്ഷാത്കാരം? സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. തത്വചിന്തയിലൂടെ നിരപേക്ഷ തത്വത്തെക്കുറിച്ച് അന്വേഷിക്കൽ എന്നിവയെല്ലാം ജ്ഞാനമാണെന്നും തത്വചിന്തയിലൂടെ, അല്ലാണ്ട് ഊഹാപോഹ കൂടി അറിയാനല്ല പറഞ്ഞു, തത്വചിന്തയിലൂടെ നിരപേക്ഷ തത്വത്തെക്കുറിച്ച് അറിയിച്ച് അന്വേഷിക്കുക ചെയ്യാൻ ഭഗവാനെ പറ്റി നിരപേക്ഷ തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിഗതമായ ആത്മാവായ പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് അന്വേഷിക്കൽ എന്നിവയെല്ലാം ജ്ഞാനമാണെന്നും ഇവയല്ലാതെ ഉള്ളവയെല്ലാം അജ്ഞാനമാണെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇത് ഭഗവാൻ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് വായിച്ചിട്ട് നമുക്ക് ഇതിൽ എന്താണ് നമുക്ക് ഇല്ലാത്തതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ അതിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. വിനയം നമുക്ക് തീരെ ഇല്ലാത്തതാണ് വിനയം. ഒരാളോടും കാരണം തീർച്ചയായിട്ടും കലിയുഗത്തിൽ ഇങ്ങനെ സംഭവിക്കും. എന്നിരുന്നാലും നമ്മൾ ഇത് പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും മുക്തി നമ്മൾ നേടണം. അങ്ങനെ മുക്തി നേടി എല്ലാവരെ പോലെ ആയാൽ മതിയോ? നമ്മള് ഭക്തിയുത ഭഗവത് സേവനം ചെയ്യുന്നത് എന്തിനാണ്? അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ആ ഒരു ചിന്താഗതി നമുക്ക് വേണം എന്നാണ് പറയുന്നത്. അടുത്തത് 12-13 ശ്ലോകം. എവിടെയാ? ഹരേ കൃഷ്ണ. ഈ 8 മുതൽ 12 വരെയുള്ള ശ്ലോകത്തിന് വ്യാഖ്യാനം ഭാവാർത്ഥത്തിൽ കണ്ടമാനം പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഒരു 3-4 പേജ് ഉണ്ട്. അപ്പൊ നമ്മൾ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് മുഴുവനാക്കാൻ പറ്റില്ല. 13 ജ്ഞേയം യത്തപ്രവിശ്യാമി യജ്ഞാത്വാമൃതമശ്നുതേ അനാദിമത്പരം ബ്രഹ്മം സത്തന്നാദമുച്യതേ. വിവർത്തനം പറയുന്നത്, ഏതും നിന്റെ അറിവ് സനാതനമായതിനെ ആസ്വദിക്കുന്നതിന് ഉതകുമോ? പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഏതും നിന്റെ അറിവ് സനാതനം വെച്ച് കഴിഞ്ഞാൽ ശാശ്വതമായത്, സനാതനമായതിനെ ആസ്വദിക്കുന്നതിന് ഉതകുന്നുവോ? ജ്ഞേയമായ അതിനെപ്പറ്റി ഞാൻ വിവരിച്ചു തരാം. അതിനെപ്പറ്റി വിവരിക്കാന്ന് പറയാണ്. അനാദിയും എന്നെ ആശ്രയിച്ചിട്ടുള്ളതുമാണ് ബ്രഹ്മം. ഭൗതിക ലോകത്തിലെ കാര്യകാരണങ്ങൾക്ക് അതീതമാണത്. അപ്പൊ അനാദിയും പഠിത്തങ്ങളില്ല, ടൈം ഇൻ മെമ്മോറിയൽ എന്ന് പറയില്ലേ, കാലങ്ങൾക്ക് മുമ്പ് എന്നെ ആശ്രയിച്ചിട്ടുള്ളതാണ് ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ. ഭൗതിക ലോകത്തിലെ കാര്യകാരണങ്ങൾക്ക് അതീതമാണത്. അപ്പൊ അതിനെ പറ്റിയാണ് പറയുന്നത്. ക്ഷേത്രജ്ഞനെയും കുറിച്ച് ഭഗവാൻ പ്രതിപാദിച്ചു കഴിഞ്ഞു. ക്ഷേത്രജ്ഞനെ അറിയേണ്ടത് എങ്ങനെയെന്നും വിശദീകരിച്ചു. ഇനി അറിയേണ്ടവ ആദ്യം ജീവാത്മാവിനെ കുറിച്ചും പിന്നെ പരമാത്മാവിനെ കുറിച്ചും പറയുന്നു. ക്ഷേത്രജ്ഞനായ രണ്ടുപേരെയും അറിയുന്നവർക്ക് ജീവിതത്തിന്റെ അമൃതം നുകരാം. അപ്പൊ ഈ രണ്ടുപേരും ഇപ്പൊ എങ്ങനെയാന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോ ഇത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ജീവിതത്തിന്റെ അമൃതം നുകരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ ഭക്തന്മാരായിട്ട് നമുക്ക് മുന്നോട്ട് ജീവിതം നയിക്കാൻ സാധിക്കുന്നവരാണത്. പിന്നെ ശ്ലോകം 14 സർവദപ്പാണി പാദം തത് സർവദോക്ഷിശിരോമുഖം സർവദശ്രുതിമല്ലോകെ സർവമാവൃത തിഷ്ഠതി. കൈകാലുകളും തലകളും മുഖങ്ങളും നേത്രങ്ങളും ചെവികളും എല്ലായിടത്തും വ്യാപിപ്പിച്ചുകൊണ്ട് പരമാത്മാവ് സർവവ്യാപിയായി സ്ഥിതി ചെയ്യുന്നു. ആരാണെന്നറിയോ? പരമാത്മാവ് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ. വിവർത്തനം ശ്രീപ്രഭാത്. കൈകാലുകളും തലകളും മുഖങ്ങളും നേത്രങ്ങളും ചെവികളും എല്ലായിടത്തും വ്യാപിപ്പിച്ചുകൊണ്ട് പരമാത്മാവ് സർവവ്യാപിയായി സ്ഥിതി ചെയ്യുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ എന്ത് ചെയ്യുന്നതോ, എന്ത് കഴിക്കുന്നോ, എല്ലാം തന്നെ ഭഗവാൻ അറിയുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം അദ്ദേഹത്തിന്റെ കൈകൾ എല്ലായിടത്തും ഉണ്ട്, കാലും ഉണ്ട്, മുഖങ്ങളും ഒക്കെ ഉണ്ട്. ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. എന്ത് നമ്മൾ ചെറിയ കാര്യം ചെയ്താലും അത് തീർച്ചയായിട്ടും ഭഗവാൻ അറിയും എന്ന് നമ്മൾ മനസ്സിലാക്കാം. എണ്ണമറ്റ രശ്മികൾ പ്രസരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെ പോലെയാണ് പരമാത്മാവ്. സൂര്യന്റെ കിരണങ്ങൾ എങ്ങനെയാണ് പ്രസരിക്കുന്നത് എന്നതുപോലെയാണ് ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാം. അദ്ദേഹം സകല ജീവജാലങ്ങളെയും അത് ഉൾക്കൊള്ളുന്നു. എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന അദ്ദേഹമാണ്. അതേപോലെ തന്നെ എല്ലാത്തിലും അദ്ദേഹം ഉണ്ടെന്നും അദ്ദേഹത്തിൽ എല്ലാം ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ എന്തൊരു ചെറിയൊരു സാധനം കണ്ടാലും ഇത് ഭഗവാന്റെ അംശമാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. തീർച്ചയായിട്ടും അങ്ങനെയാണ് അത്.
ഒരു റോസാപ്പൂ കണ്ടു കഴിഞ്ഞാൽ ഓ എന്തൊരു ഭംഗിയാണ്, ഈ ഭംഗി ഭഗവാൻ കൊടുത്തിരിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പൊ എന്ത് കണ്ടാലും അതിന്റെ അംശം ഭഗവാന്റെ അംശമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ആത്മീയമായിട്ടുള്ള ജ്ഞാനം നമുക്ക് നേടാൻ കഴിയും. അതേപോലെ തന്നെ ഭഗവാനിൽ എല്ലാം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം. എല്ലാം തന്നെ ഭഗവാൻ ഉൾക്കൊള്ളുന്നു എന്നറിയണം. പിന്നെ 15 സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭിക്ഷൈവ നിർഗുണം ഗുണഭോക്തിജ. സർവേന്ദ്രിയങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനമാണ് പരമാത്മാവ്. ഇപ്പൊ ഞാൻ പറഞ്ഞുള്ളൂ അത്. എന്നിരുന്നാലും അവിടത്തേക്ക് ഇന്ദ്രിയങ്ങളില്ല, സകല ജീവജാലങ്ങളെയും നിലനിർത്തി പോരുന്നുവെങ്കിലും അനാസക്തനാണ്, ത്രിഗുണാതീതനും അതേസമയം തന്നെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ യജമാനുമാണ് അദ്ദേഹം. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സർവ്വ ഇന്ദ്രിയങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനമാണ് പരമാത്മാവ്. എല്ലാ ഇന്ദ്രിയങ്ങളും നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല എന്താണ് മറന്നുപോയില്ലോ. അതിന്റെ അർത്ഥം വെച്ചാൽ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും നാഥനാണ് ഭഗവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കാം, പരമാത്മ. എന്നിരുന്നാലും അവിടത്തേക്ക് ഇന്ദ്രിയങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ഇന്ദ്രിയങ്ങളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. അദ്ദേഹത്തിന് കൈയുണ്ട്, കാലുണ്ട്, മൂക്കുണ്ട്, ചെവിയൊക്കെ ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചേ. പിന്നെ ഇവിടെ ഇന്ദ്രിയങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ട്, പക്ഷെ അത് ഭൗതികങ്ങളല്ല എന്ന് മാത്രം. സകല ജീവജാലങ്ങളെയും നിലനിർത്തി പോരുന്നുവെങ്കിലും അനാസക്തനാണ്. എല്ലാവരെയും ഒരേപോലെ നിയന്ത്രിച്ച് നിലനിർത്തി പോരുന്നുണ്ടെങ്കിലും ഒന്നിലും അദ്ദേഹത്തിന് ആസക്തിയില്ല എന്ന്. ആസക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ, ഓ എനിക്ക് അത് വേണം ഇത് വേണം മറ്റു അങ്ങനെ. കാരണം എല്ലാം തികഞ്ഞവനാണ് ഭഗവാൻ. എല്ലാം തികഞ്ഞ ഒരാളെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ത്രിഗുണാതീതനും ത്രിഗുണാതീതം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഗുണങ്ങൾക്കും അപ്പുറമാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ ഗുണത്തെ പറ്റി വരുന്നുണ്ട്. ഈ 3 ഗുണത്തിനും അപ്പുറമാണ് ആര്? ഭഗവാൻ. അത് അപ്പൊ അദ്ദേഹത്തിന് ഇത് ബാധിക്കുക. അതേസമയം തന്നെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ യജമാനുമാണ്. ഈ ത്രിഗുണങ്ങൾ ഉണ്ടാക്കിയതും ഭഗവാനാണ് നമ്മൾ മനസ്സിലാക്കണം. 16 ബഹിരന്തച്ഛ ഭൂതാനാം അജരം ചരമൈവ സൂക്ഷ്മത്വാതത് വിജ്ഞേയം ദുരസ്ഥം ശാന്തി ജേക്ഷതത്. പരമതത്വം ചരങ്ങളും അചരങ്ങളുമായ എല്ലാ ജീവികളുടെ ഉള്ളിലും പുറത്തും കുടികൊള്ളുന്നു. അതിസൂക്ഷ്മഭാവം മൂലം ഭൗവേന്ദ്രിയങ്ങൾക്ക് അദ്ദേഹത്തെ കാണാനോ അറിയാനോ കഴിയില്ല. ദൂരസ്ഥനെങ്കിലും ഏവർക്കും സമീപനുമാണ് അദ്ദേഹം. ഇത് ഭഗവാനെ പറ്റിയാണ് പറയുന്നത്, പരമാത്മാവിനെ പറ്റിയാണ് പറയുന്നത്. എല്ലാ ചരാചരങ്ങളിലും എല്ലാ ജീവികളിലും അകത്തും പുറത്തും ഒക്കെ അദ്ദേഹം ഉണ്ടെന്നാണ് പറയുന്നത്. അതിസൂക്ഷ്മമാണ്. അതുകൊണ്ട് എന്ത് പറ്റുന്നത്? അതിസൂക്ഷ്മമായിരിക്കും ഇത്. അതുകൊണ്ട് നമ്മളുടെ ഭൗതിക ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ കാണാനോ അറിയാനോ കഴിയില്ല. പിന്നെ ശാസ്ത്രം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ കാണണം എന്നുള്ള താല്പര്യമല്ല നമുക്ക് വേണ്ടത്. ഭഗവാൻ നമ്മളെ കാണുന്നുണ്ടോ എന്ന് നോക്കാം. ഭഗവാന് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം ഭക്തിയുത സേവനം ചെയ്യുന്നുണ്ടോ അതനുസരിച്ച് നമ്മളെ ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭഗവാനെ കാണാന്നുള്ളതല്ല, ഭഗവാൻ നമ്മളെ കാണുന്നുണ്ടോ എന്ന് ഉപാധികൾ നമ്മൾ ചെയ്യുന്നതാണ്. ഏവർക്കും സമീപിച്ചിട്ടുള്ളതാണ് അദ്ദേഹം. എത്ര ദൂരെയാണല്ലേ അത് കഷ്ടപ്പെടേണ്ട ഇതിനെ പിന്നീട് പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് പിന്നീട് ഒരിക്കലും നമുക്ക് പറയാം. അതിദൂരസ്ഥനാണെങ്കിലും അടുത്താണെങ്കിലും ഏവർക്കും അദ്ദേഹത്തിന്റെ സാമീപ്യം നമുക്ക് പല അദ്ദേഹത്തിന്റെ സാമീപ്യം നമ്മുടെ ഓരോ ജീവിതത്തിലും എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഓ എന്നെ ഭഗവാൻ രക്ഷിച്ചു കേട്ടോ എന്ന് പറയാനുള്ള ഒരവസ്ഥ നമുക്ക് പല സമയത്തും ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഭഗവാൻ അവിടെ പ്രസന്റ് ആണ്. ഭഗവാൻ അദ്ദേഹത്തിന്റെ സാമീപ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയാൻ സാധിച്ചത്, അല്ലെ? കൃഷ്ണ ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചോട്ടെ നന്ദി എന്ന് നമ്മൾ പറയണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സാമീപ്യം ഉള്ളതുകൊണ്ടാണ് നമുക്ക് സാധിച്ചത്. അപ്പോൾ ദൂരസ്ഥനാണെങ്കിലും സമീപസ്ഥനാണെങ്കിലും അദ്ദേഹം എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ട്. കഥകൾ പറയുകയാണെങ്കിൽ അനവധി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്താണ്. 17 അതിഭക്തംശ ഭൂതേഷു വിഭക്തം ഇവ സ്ഥിതം ഭൂതഭദ്രജ തജ്ഞേയം വിഷ്ണു പ്രഭ വിഷ്ണുജ. പറയുന്നത് ഓരോ ജീവിയിലും വെവ്വേറെ കാണപ്പെടുന്നുവെങ്കിലും പരമാത്മാവ് അവിഭാജ്യനാണ്, ഏകനായി സ്ഥിതി ചെയ്യുന്നു. ഭൂതജാലത്തെ നിലനിർത്തുന്നതോടൊപ്പം സംഭരിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്ന അദ്ദേഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ ജീവിയിലും വെവ്വേറെ കാണുമെങ്കിലേ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ്. ജീവാത്മാവ് ഒരു ശരീരത്തിൽ മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ ശരീരത്തിലാണ് ഞാൻ നിൽക്കുന്നത്, എൻ്റെ ജീവാത്മാവ്. അതേസമയം പരമാത്മാവ് എല്ലാവരുടെയും ഒരു ചെറിയൊരു അണുവിലും ഒരു ഉറുമ്പിലും ഒരു ആനയിലും ഒരു പട്ടിയിലും പൂച്ചയിലും എല്ലാത്തിലും ഭഗവാന്റെ അംശമുണ്ട്. അതാണ് പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള വ്യത്യാസം. ഓരോ ജീവിയിലും വെവ്വേറെ കാണപ്പെടുന്നുവെങ്കിലും പരമാത്മാവ് അവിഭാജ്യനാണ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തെ ഭാഗിച്ച് ഇപ്പൊ നമ്മളൊരു സാധനം, ഒരു ഭൗതികമായിട്ടൊരു സാധനം എടുത്ത് ഒരു ചക്ക എടുത്തിട്ട് പകുതിയാക്കി, പിന്നെ അതിനെ വെട്ടി അരയായി പിന്നെയും വെട്ടി കഴിഞ്ഞാൽ അത് കഷ്ണങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കും. അതേസമയം ഭഗവാൻ പറയുന്നത് ഓരോ ജീവിയിലും വെവ്വേറെ കാണപ്പെടുന്നുവെങ്കിലും പരമാത്മാവ് അവിഭാജ്യനാണ്. പരമാത്മാവിനെ വെട്ടിമുറിക്കാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ ജീവാത്മാവിനെ, നമ്മുടെ ആത്മാവിനെ ആർക്കെങ്കിലും കത്തിക്കാനോ ചുട്ടെടുക്കാനോ അല്ലെങ്കിൽ നനയ്ക്കാനോ കാറ്റത്തെ ഉണക്കാൻ ഇതൊന്നും നമ്മൾക്ക് സാധിക്കില്ല. ഈ ആത്മാവ് അങ്ങനത്തെയാണ്. മനസ്സിലായോ? അതേപോലെ തന്നെ പരമാത്മാവും ഭൂതജാലത്തെ നിലനിർത്തുന്നതോടൊപ്പം സംഭരിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്ന അദ്ദേഹമാണെന്ന് മനസ്സിലാക്കാം. സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്ന ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. പക്ഷെ അദ്ദേഹം ഡയറക്റ്റ് അല്ലായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് അവരുടെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതിനായിട്ട് ഓരോരുത്തരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് അവർ ചെയ്തു തീർക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ 18 ജ്യോതിഷാമഭി തജ്യോഷി തമസപരമുച്യതേ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ സൃഷ്ടിതം. അദ്ദേഹമാണ് സർവ്വ ജ്യോതിഷുകളുടെയും സ്രോതസ്. പദാർത്ഥനിഷ്ഠമായ തമസ്സിനെ അതിക്രമിച്ച് നിൽക്കുന്നതും അവ്യക്തമായിട്ടുള്ളതും അവിടുന്ന് തന്നെ. അറിവും അറിയേണ്ടതും അറിവിന്റെ ലക്ഷ്യവും സർവ്വഹൃദയങ്ങളിൽ കുടികൊള്ളുന്നതും ആ പരമപുരുഷനാണ്. മനസ്സിലായോ? അദ്ദേഹമാണ് സർവ്വ ജ്യോതിഷകളുടെയും സ്രോതസ്. ഇപ്പൊ സൂര്യന്റെ തേജസ് എവിടുന്നാ കിട്ടണേ? അത് ഭഗവാനിൽ നിന്നും വരുന്നതാണ്. ആ ബ്രഹ്മജ്യോതിയിൽ നിന്നാണ് അത് വരുന്നത്. അതേപോലെ തന്നെ പദാർത്ഥനിഷ്ഠമായ തമസ്സിനെ അതിക്രമിച്ച് നിൽക്കുന്നതും അത് വെച്ച് കഴിഞ്ഞാൽ തമസ്സിനെ അകറ്റുന്നത്. അതേപോലെ തന്നെ അതിക്രമിച്ച് നിൽക്കുന്നു അവ്യക്തമായിട്ടുള്ളതും വ്യക്തമല്ലാതെ നമുക്ക് നമ്മുടെ ഗോചരങ്ങൾ കൊണ്ട് കാണാനോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമുക്ക് ചിട്ടപ്പെടുത്തി എടുക്കാൻ പറ്റാവുന്ന അതൊന്നും അല്ല. അതിനപ്പുറമാണ് അദ്ദേഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവ്യക്തമായിട്ടുള്ളതും അവിടുന്ന് തന്നെ. അറിവും അറിയേണ്ടതും നമ്മൾ അറിയേണ്ടത് എന്താണ്? അറിയേണ്ടതും അറിവും ജ്ഞാനവും ജ്ഞേയവും അറിവിന്റെ ലക്ഷ്യവും. നമ്മുടെ ഉദ്ദേശം എന്താ? അറിവ് നേടണം. എന്തിനാ? അതിനൊരു ചെറിയ ലക്ഷ്യമുണ്ട്. സർവ്വഹൃദയങ്ങൾ കുടികൊള്ളുന്നതും ആ പരമകൃഷ്ണനാണ്. ഇവിടെ ഈ ക്ഷേത്രജ്ഞൻ എന്നുള്ള ഇതിൽ കൂടി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ്. പരമാത്മാവായ ഭഗവാനാണ് സൂര്യചന്ദ്രാദി സകല ജ്യോതിഷുകളുടെയും പ്രകാശത്തിന് അടിസ്ഥാനം. ഭഗവത് ജ്യോതിഷുകൊണ്ട് ആധ്യാത്മിക സാമ്രാജ്യത്തിൽ സൂര്യചന്ദ്രനുള്ള ആവശ്യമില്ലെന്ന് വേദസാഹിത്യത്തിൽ കാണാം. വൈകുണ്ഠലോകത്തിലൊക്കെ ചെന്ന് യാതൊരു സൂര്യനും ചന്ദ്രനൊന്നും ഇല്ല. അവിടെ ബ്രഹ്മജ്യോതിഷത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ സൂര്യചന്ദ്രന്മാരുടെ അല്ലെ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. 19 ഇതി ക്ഷേത്രം തദജ്ഞാനം ജ്ഞേയം ചോക്തം സമാസദ മദ്ഭട്ട ഏത ജിജ്ഞായ മദ്ഭാവായോപപദ്യതേ. കർമ്മക്ഷേത്രം, ജ്ഞാനം, ജ്ഞേയം എന്നിവയെ പറ്റി ഞാൻ സംക്ഷിപ്തമായി വിവരിച്ചു കഴിഞ്ഞു. എന്റെ ഭക്തന്മാർക്ക് മാത്രം ഈ വിഷയങ്ങൾ മനസ്സിലാക്കി എന്നെ പ്രാപിക്കാൻ കഴിയും. ഇത് പറഞ്ഞിരിക്കുന്ന പോലെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ പറയുന്നത് കർമ്മക്ഷേത്രം ശരീരം, ജ്ഞാനം അറിവ്, ജ്ഞേയം അറിയേണ്ടത് എന്നിവയെ പറ്റി ഭഗവാൻ ചെറുതായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ വിവരിച്ചു എന്റെ ഭക്തന്മാർക്ക് മാത്രം ഈ വിഷയങ്ങൾ മനസ്സിലാക്കി എന്നെ പ്രാപിക്കാൻ കഴിയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അത്യാവശ്യമാണ്. കാരണം ഇതൊക്കെയാണ് നമ്മള് ഭക്തിയിലും മുന്നോട്ട് പോകാനുള്ള ഓരോ ചവിട്ടുപടികൾ എന്ന് പറയുന്നത്. ഇനി 20 പ്രകൃതി പുരുഷൻ ചെയ്വ വിദ്യനാദിയുവാവി വികാരാംശ ഗുണ ചെയ്വ വിദ്യപ്രകൃതി സംഭവാൻ. വിവർത്തനം ബാധിപ്പിച്ച് ഭൗതിക പ്രകൃതിയും ജീവജാലങ്ങളും അനാദികളാണ്. ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചാണ് അവയുടെ ഭിന്ന രൂപങ്ങളും ത്രിഗുണങ്ങളും എന്ന് മനസ്സിലാക്കണം. ഇവിടെയാണ് കാര്യം ഇരിക്കുന്നത്.
ഭൗതിക പ്രകൃതിയും ജീവജാലം അനാദികളാണെന്ന് വെച്ചാൽ ടൈം മെമ്മോറി എപ്പോഴാണ് ജനിച്ചത്, എന്താ ഉണ്ടായേ, എന്നുണ്ടായെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അനാദികാലമായിട്ട് അത് ഉള്ളതാണ്. ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചാണ് അവയുടെ വിഭിന്ന രൂപം. അപ്പൊ ഭൗതിക പ്രകൃതിയാണ് നമുക്ക് ഓരോ ഓരോ ശരീരങ്ങൾ നമുക്ക് പകുത്ത് തന്നിരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് മുൻ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ ഫലം അനുസരിച്ചാണ് നമുക്ക് ഓരോ ഈ കാലത്ത് ഈ ജന്മത്തില് നമുക്ക് നമ്മളെ ശരീരം കിട്ടിയിരിക്കുന്നത് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഭഗവത്ഗീത ഈ സെഷൻ കേൾക്കാനായിട്ട് വന്നിരിക്കുന്ന എത്രയോ പേരുണ്ട്. അവർക്ക് മനുഷ്യജന്മം കിട്ടിയത് എങ്ങനെയാണെന്ന് അവർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. 84 ലക്ഷം ജീവവർഗങ്ങളുണ്ട്. ഈ 84 ലക്ഷം ജീവവർഗങ്ങളിൽ എവിടെയായിരുന്നു നമ്മള് ഇതിനു മുമ്പെന്ന് നമുക്ക് ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോൾ ഒരു പുഴുവായിട്ടായിരിക്കാം നമ്മൾ വീണത്. ആ പുഴുവിൽ നിന്നും പിന്നെ ഒരു ശലഭമായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ 84 ലക്ഷം എപ്പോഴാണ് നമുക്ക് കഴിയാമെന്ന് ആലോചിച്ച് നോക്കൂ. എന്ന് തീരാനത്? എന്നിട്ടാണ് നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. ദുർലഭം മാനുഷ്യം ജന്മം. അപ്പൊ മനുഷ്യജന്മം എന്ന് പറയുന്നത് വളരെ 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 ദുർലഭമായിട്ട് കിട്ടുന്നതാണ്. ഈ ജന്മത്തിൽ കൂടി മാത്രമേ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ. മനസ്സിലായോ? ഒരു പുഴുവിന് പെട്ടെന്ന് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കില്ല. ജന്മങ്ങൾ കഴിഞ്ഞ് അത് മുന്നോട്ട് പോയാൽ സാധിക്കും. അപ്പോൾ ഈ ജന്മം ഈ മനുഷ്യജന്മം കിട്ടിയത് വെറുതെ പാഴാക്കി കളയാനുള്ളതല്ല. അത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭക്തിവിധ സേവനം ചെയ്ത് എന്തെല്ലാം ഭഗവാന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കും അതൊക്കെ ചെയ്തുകൊണ്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോവാൻ. അല്ലെങ്കിൽ എന്തു പറ്റും? വീണ്ടും നമുക്ക് ഈ ജനന മരണ ചക്രത്തിൽ വീണ്ടും ഇതേപോലെ നമുക്ക് ഈ ദുഃഖാലയം അശാശ്വതം അല്ലെ? ഈ ലോകം എന്നത് ദുഃഖാലയം അശാശ്വതമാണ്. അപ്പൊ അതിൽ വീണ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇങ്ങനെ ജനിച്ചും ഈ കഷ്ടപ്പാടും ദുരിതവും എന്തെല്ലാം ദുരിതങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് അതിനൊന്നും ഒരു അറിയില്ല. ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതിൽ നിന്നൊക്കെ മുക്തി നേടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാനെ പറ്റി മനസ്സിലാക്കുക, ഭഗവാനെ പറ്റി ഭക്തിവിധ സേവനം ചെയ്യുക, പ്രധാനമായിട്ട് നാമം ജപിക്കുക എന്നുള്ളതാണ്. നാമജപം കൊണ്ട് എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനെ ശുദ്ധീകരിക്കാൻ സാധിക്കുന്നതാണ്. മനസ്സ് ശുദ്ധിയായാലേ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. മനസ്സ് കുലുഷിതമായിട്ട് ഇരിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ആ അനർത്ഥങ്ങൾ മുഴുവൻ നമ്മളെ ബാക്കില് കെട്ടി വെച്ചിരിക്കാൻ അത് നമ്മളിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നല്ല രീതിയിൽ നമുക്കൊന്നും തന്നെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഈ 3 ഗുണങ്ങളിൽപ്പെട്ട് എന്താ പറയാ, അതിൽ തന്നെ ദുരിതങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകാന്നല്ലാതെ കൊണ്ട് ആ 3 ഗുണത്തിനും അപ്പുറം നമ്മൾ കടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അത് സാധിക്കണമെങ്കിൽ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കണം. നമ്മള് കുളിച്ച് ശരീരം ശുദ്ധി ചെയ്യുന്ന പോലെ നമുക്ക് മനസ്സും ശുദ്ധീകരിച്ചെടുക്കണം. ആ മനസ്സ് ശുദ്ധീകരിച്ചെടുക്കുക ഒരേ ഒരു വഴി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഈ ഒരു നാമജപം മാത്രമേ കലിയുഗത്തില് നമുക്ക് ആചരിക്കാൻ പറ്റിയ ഒരു കാര്യമുള്ളൂ എന്നാണ് ശാസ്ത്രങ്ങളിൽ നമുക്ക് പറഞ്ഞു തരും. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ഹരേ നാമ ഹരേ നാമ ഇവ കേവലം ഹരോ നാസ്തിയേവ ഗതിരന്നത. ഒരു കാര്യം 3 പ്രാവശ്യം എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം എത്രയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ എല്ലാവരും നാമം ജപിക്കാൻ ശ്രമിക്കുക. രാവിലെ 5 മുതൽ 6 മണി വരെ നാമജപമുണ്ട്. എല്ലാവരും കീഴെ ഇതേ എന്താ പറയാ, എല്ലാവരുടെയും വാട്സപ്പില് നിങ്ങൾ പേരൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മെസ്സേജ് നിങ്ങൾക്ക് വരും. അപ്പൊ അതനുസരിച്ച് 5 മണിക്ക് കയറിക്കോളും. 1 മണിക്കൂർ നമുക്ക് കൂട്ടായിട്ട് എല്ലാവരും കൂടി നമുക്ക് നാമം ജപിക്കുന്നുണ്ട്. അതിന് ഗുണമുണ്ട്. അപ്പോ അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാള് ജപിക്കുന്ന പോലെയല്ല എല്ലാവരും കൂടി ജപിക്കുമ്പോൾ. നമ്മളെന്താണ് ഇപ്പൊ ഒരു റൗണ്ട് നാമം ജപിച്ചു, എല്ലാവരും കൂടി ഇരുന്ന് നാമം ജപിച്ചു. പക്ഷെ എനിക്ക് ജപിക്കാൻ സ്വല്പം സമയമെടുത്തു, നിങ്ങളൊക്കെ നാമം പെട്ടെന്ന് ജപിച്ച് തീർത്തു. അപ്പൊ അതിൻ്റെതായ ഒരു പ്രത്യേകത അതിനുണ്ടായിരിക്കും, തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് 5 മണിക്ക് രാവിലെ 5 മണിക്ക് വരാം.
6 മണി വരെ നാമം ജപിക്കാം. നിങ്ങൾ ഒരു 41 ദിവസം നാമം ജപിച്ചു നോക്കും. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ വരുന്ന മാറ്റം എന്താണെന്ന് മനസ്സിലാക്കും. അത് തീർച്ചയായിട്ടും അത് അനുഭവിച്ചറിഞ്ഞാലേ നമുക്കത് പറയാൻ സാധിക്കുള്ളൂ. നാമജപം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യാം. ഓരോ നാമം ജപിക്കുമ്പോഴും ഭഗവാനെ ഓർക്കാൻ നമ്മൾ ശ്രമിക്കാം. ശ്രവണം, കീർത്തനം, സ്മരണം. ശ്രവണം, കീർത്തനം, സ്മരണം. അപ്പൊ നമ്മൾ ഒരു നാമം ജപിക്കുമ്പോൾ 3 തരത്തിലാണ് നമുക്ക് ഭഗവാനായിട്ട് ബന്ധപ്പെടുന്നത്. ഒന്ന് ശ്രവണം, കേൾക്കുന്നു. കീർത്തനം, നമ്മൾ വായ കൊണ്ട് പാടുന്നു. പിന്നെ സ്മരണം, ഭഗവാന്റെ സ്മരണ വരുന്നു. ഈ 3 കാര്യം ഒരു പ്രവൃത്തി കൊണ്ട് നമുക്ക് കിട്ടുകയാണ്. അത്രയും ലളിതമായിട്ടാണ് ഭഗവാൻ നമുക്ക് ഓരോന്ന് ചെയ്തു തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കലിയുഗത്തില്. മറ്റുള്ള യുഗങ്ങളിലൊക്കെ നമ്മളുടെ ഓരോ പ്രവൃത്തികളൊക്കെ എന്താ പറയുക, വർഷങ്ങളോളം ചെയ്താലും നമുക്ക് അതിന്റെ ഫലം കിട്ടും. ഇവിടെ അതല്ല. നിങ്ങൾ ഭഗവാന്റെ ഒരു പ്രാവശ്യം ഒരു നാമം കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഫലം കിട്ടുന്നതാണ്. ഒരു ഹരേ കൃഷ്ണ മഹാമന്ത്രം മുഴുവൻ നമ്മൾ ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വർഗമല്ല, നമുക്ക് ഉപരിലോകങ്ങളിൽ പോകാനുള്ള അതിന്റെ അർഹത നമുക്ക് തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നാമം ജപിക്കാം. എന്തെങ്കിലും ഇതിനെപ്പറ്റി സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമുക്ക് സംശയങ്ങളൊക്കെ മാറ്റിയിട്ട് ഇവിടെ പോകാവൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയം ഈ സംശയം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും തീർച്ചയായിട്ടും ആ സംശയം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കണം. സംശയം എപ്പോഴും കറക്റ്റ് ആയിരിക്കും, എപ്പോഴും അത് ജെന്യുവൻ ആയിരിക്കും. ആൻസർ തരുന്ന ആളുടെ ഇതനുസരിച്ചായിരിക്കും ആൻസർ. അപ്പോ എന്ത് തന്നെ ഉണ്ടായാലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, ധൈര്യമായിട്ട് ചോദിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടോന്ന് നോക്കുക. എല്ലാവരും ചോദിക്കട്ടെ. എല്ലാവരും ആരെങ്കിലും പറയാൻ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അത് തീർത്തിട്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ മാതാജി, ഹരിബോൾ. ഹരേ കൃഷ്ണ. വളരെ നന്നായിട്ട് തന്നെ നമുക്ക് നരോത്തം പ്രഭു ഭഗവത്ഗീത അധ്യായം 13 ഈ ആദ്യത്തെ 20 ശ്ലോകങ്ങൾ നമുക്ക് വിശദീകരിച്ച് തന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഇതും കൂടി കഴിഞ്ഞാലേ നമ്മുടെ സെഷൻ പൂർണ്ണമാവുള്ളൂ. ആരുമില്ല. അതെ. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്നത്തെ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഒരു നരസിംഹ പ്രാർത്ഥനയോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. നമസ്തേ നരസിംഹായ പ്രഹ്ലാദാഹ്ലാദദായിനി ഹിരണ്യകാശിപൂർവക്ഷഃ ശീലഢാൻകാനഖാലായേ तो नरसिंहा परतो नरसिंहा येतो यामि ततो नरसिंहा बहिर्नरसिंहा हृदये नरसिंहा नरसिंहमतिं शरणं प्रपद्ये तव करकमलवरे नाखा अद्भुतशृङ्गा दलिता हिरण्यकशिपु तानुभृङ्गा केशवधृता नरहरिरूपा जय जगदीश हरे जय जगदीश हरे जय जगदीश हरे जय नरसिंहदेव जय नरसिंहदेव जय नरसिंहदेव जय नरसिंहदेव जय नरहरि जय नरहरि जय नरहरि जय नरहरि जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय प्रहलाद महाराज जय प्रहलाद महाराज जय प्रहलाद महाराज जय प्रहलाद महाराज जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव
ഗുരുദേവ് ഗുരുദേവ് ജയ ജയ ഗുരുദേവ് നിത്തായ ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ നിത്തായ ഗൗര ഹരി ബോൾ. ഹരേ കൃഷ്ണ. കൃഷ്ണ. എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ താങ്ക് യു മാതാജി. പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ ഹരി ബോൾ. ആചാര്യന്മാരുടെ കൃപ അത്രേ ഉള്ളൂ, അല്ലാണ്ട് എന്താ. ഹരി ബോൾ ഹരി ബോൾ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ് തിങ്കളാഴ്ച. ഹരേ കൃഷ്ണ. കൃഷ്ണ.